ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ദൈവവചനം കേൾക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാം ഒന്നിപ്പിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് ഒത്തിരി നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനം നമ്മളെ ഓർപ്പിക്കുന്ന ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ദൗർബല്യങ്ങൾ, കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിനെ നമുക്ക് ക്ഷണിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമുക്ക് അടിയറ വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, വാക്കുകളെ, പ്രവർത്തികളെ എല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്തെ എനിക്കും എന്റെ കുടുംബത്തിനും തരണമേ എന്ന് ആഗ്രഹിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഒരു മനോഹരമായ ഒരു ബുക്ക് വായിക്കുകയുണ്ടായി. ആ ബുക്കിലെ ഒരു ചെറിയൊരു സംഭവം എന്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ചു. അത് ഞാൻ നിങ്ങളോട് ഇന്ന് ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ഒരു ടെസ്റ്റിമണി ഒരാൾ ഷെയർ ചെയ്തിരിക്കുന്ന ഇപ്രകാരമാണ്: നമ്മുടെ നാട്ടില് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരു ആള് രാവിലെ 8-10 മണിയായ സമയത്ത് ഒരു ദിവസം കടയിലേക്ക് ഒരു 10-18 വയസ്സ് പ്രായമുള്ള ഒരു മകളെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ മരുന്നിന്റെ കുറിപ്പടി ഈ മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ കയ്യിൽ കൊടുത്തു. ഫാർമസിസ്റ്റ് ആയിരുന്ന അയാൾ ആ കുറിപ്പടി നോക്കി പെട്ടെന്ന് മരുന്നെടുക്കാനായിട്ട്, കടയിൽ നല്ല തിരക്കുള്ള സമയമാണ്, അപ്പൊ അതുകൊണ്ട് അതിനിടയിൽ പെൺകുട്ടി അത്യാവശ്യമായിട്ട് മരുന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ആ കുറിപ്പടി വാങ്ങി, ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി പെട്ടെന്ന് തന്നെ ആ മരുന്ന് എടുത്തു കൊടുക്കാനുള്ള നടപടികളെല്ലാം ചെയ്തു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിക്ക് മരുന്ന് ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ പെൺകുട്ടി മരുന്നുമായിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ കടയിൽ കുറച്ച് ആളെല്ലാം കുറഞ്ഞ സമയത്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ മുഖം ദൈവം ഈ വ്യക്തിക്ക് ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും, അവൻ ഒരുപാട് പേര് കടയിൽ വരുന്നതാണല്ലോ, എന്തായിരിക്കും ഈ പെൺകുട്ടിയുടെ മുഖം പ്രത്യേകമായിട്ട് ഈശോ ഓർപ്പിച്ചു തരുന്നതെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു സംശയം, താൻ കൊടുത്ത മരുന്ന് കൃത്യമായത് തന്നെയാണോ കൊടുത്തത് എന്നൊരു സംശയം. അപ്പൊ പെട്ടെന്ന് തന്നെ പോയി സ്റ്റോക്ക് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഫാർമസിസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി: താൻ കൊടുത്ത മരുന്ന് മാറിപ്പോയിരിക്കുന്നു. അപ്പൊ അതൊരു വേദനയ്ക്കുള്ള ഒരു മരുന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ മരുന്ന് മാറിക്കൊടുക്കാൻ പാടില്ലാത്തതാണ് ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് മാറിക്കൊടുത്തു. അപ്പൊ വലിയൊരു പ്രശ്നമാകുമല്ലോ ഇത്. അപ്പൊ ആ പെൺകുട്ടിയെ അറിയില്ല, എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല, അഡ്രസ് അറിയില്ല, ഐഡന്റിഫൈ ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു വചനത്തെ പറഞ്ഞുകൊടുത്തു. ആ വചനം ഇപ്രകാരമാണ്, നമുക്കെല്ലാം അറിയാവുന്ന വചനം, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം. ജെറമിയ 32:27, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 32 വേഴ്സസ് 27. ആ വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് ഈ വ്യക്തിക്ക് ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ വചനം ക്ലെയിം ചെയ്ത വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി: കർത്താവേ, ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടണമേ. ആ മരുന്ന് ഞാൻ തെറ്റായിട്ടാണ് മാറിക്കൊടുത്തത്, എങ്കിലും ഈ വചനം ഞാൻ പ്രത്യേകമായിട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അറിയാവുന്നതുപോലൊക്കെ ഈ വ്യക്തി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ അത്ഭുതം പിന്നെ സംഭവിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് ഈ കടയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഏകദേശം കരയാൻ ഭാവത്തിലാണ് ഈ പെൺകുട്ടി തിരിച്ച് ഈ കടയിലേക്ക് വരിക. അപ്പം ഈ കടയുടമ ചോദിച്ചു: എന്ത് പറ്റി മോളെ, എന്ത് പറ്റി? പെട്ടെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു: സോറി സാർ, എന്റെ കയ്യിൽ നിന്നും ആ മരുന്ന് കുപ്പി, ഒരു ലിക്വിഡ് മെഡിസിൻ ആയിരുന്നു, ആ മരുന്ന് കുപ്പി താഴെ വീണു, അത് പൊട്ടിപ്പോയി. മരുന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ മുഴുവനും നഷ്ടപ്പെട്ടു. എന്നാൽ എന്റെ ചേച്ചി രോഗാസന്നയായിട്ട് കിടക്കുകയാണ്. ആ ചേച്ചിക്ക് കൊടുക്കാനുള്ള മരുന്നാണ്. ഈ മരുന്നില്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. ഇനി ഒരു കുപ്പി മരുന്ന് വാങ്ങാൻ എൻ്റെ പൈസയുമില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ ഫാർമസിസ്റ്റ് ആണ്. കാരണം തന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ.
ആ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ, ആ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയല്ലോ എന്ന് വളരെ സന്തോഷത്തോടെ ഈ ഫാർമസിസ്റ്റ് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ച് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മരുന്ന് ഫ്രീ ആയിട്ട് തന്നെ ഈ ഫാർമസിസ്റ്റ് ആ പെൺകുട്ടിക്ക് കൊടുത്ത് ആ പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് ഈ ടെസ്റ്റിമണിയുടെ ഒടുവിൽ ഈ ഫാർമസിസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: തനിക്ക് കാര്യം പറഞ്ഞ 10-40 വയസ്സൊക്കെ ആയെങ്കിലും ഈ 40 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ന് ആദ്യമായിട്ടാണ് ദൈവവചനത്തിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കിയത് എന്ന് ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് ആ ദൈവ പൈതലിന് ബോധ്യപ്പെട്ടത് അന്നാണ് എന്ന് ആ ടെസ്റ്റിമണിയിൽ, ആ സാക്ഷ്യത്തില് ആ വ്യക്തി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തത്, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ്. ദൈവവചനത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. ദൈവവചനത്തിന്റെ ഒരു ശക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവവചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ദൈവവചനം? ദൈവവചനം ശരിക്കും എന്താണ്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്: വചനം ദൈവം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ ആ വചനം അന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, അവിടെ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ആദ്യം മുതൽ ഉണ്ടായിരുന്നത്, ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, സൂക്ഷിച്ചു വീക്ഷിച്ചത്, കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. തങ്ങളുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്ന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ലേഖനത്തില്. അവിടെ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, തങ്ങൾ കണ്ട വചനം, തങ്ങൾ കേട്ട വചനം, തങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതായ വചനം, തങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചതായ വചനം. വചനത്തെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സ്പർശിക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, അതിനർത്ഥം വചനം ഈശോ തന്നെയാണെന്നല്ലേ? വചനം ദൈവം തന്നെയാണെന്നല്ലേ? 3 വർഷക്കാലത്തോളം ഈശോയുടെ കൂടെ നടന്ന യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, തങ്ങൾ കണ്ട വചനം, തങ്ങൾ കേട്ട വചനം, തങ്ങൾ കൈകൊണ്ട് സ്പർശിച്ച വചനം, വചനം ദൈവം തന്നെയാണ്, വചനം ഈശോ തന്നെയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തില് 11 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ വലിയൊരു ദർശനം ഉണ്ടാവുകയാണ്. ആ ദർശനത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതായിട്ട്, സ്വർഗത്തില് ഒരു വെള്ള കുതിരയുടെ മേൽ ഉദ്ധിതനായ ഈശോ ഇരിക്കുന്നതായിട്ടൊരു സ്വർഗീയ ദർശനം യോഹന്നാൻ ശ്ലീഹായിക്ക് ദൈവത്തിന്റെ ആത്മാവ് പകർന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവിടെ ആ വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, ആ കുതിരപ്പുറത്തിരിക്കുന്ന, വെള്ള കുതിരപ്പുറത്തിരിക്കുന്ന ഉദ്ധിതനായ ഈശോയെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ കണ്ടത് ഇങ്ങനെയാണ്: ആ ഈശോ ഒരു രക്തത്തിൽ മുക്കിയ മേലങ്കി അവൻ ധരിച്ചിരുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. ഹല്ലേലൂയ. നോക്കിയ പ്രിയപ്പെട്ടവരെ, ആ വെളിപാടില് യോഹന്നാൻ ശ്ലീഹായ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്ന ഉദ്ധിതനായ ഈശോ, അവന്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ വചനം ഈശോ തന്നെയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മള് ബൈബിള് വായിക്കുമ്പോൾ, ബൈബിള് ധ്യാനിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, അതനുസരിച്ച് തീരുമാനമെടുക്കുമ്പോൾ, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുക, ഈശോ തന്നെയാണ് നമ്മുടെ കൂടെ നടന്ന് പ്രവർത്തിക്കുക, ഈശോ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കരം പിടിച്ച് മുമ്പോട്ട് നടത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ വചനം ഈശോ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയൊരു കാര്യം, ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടോ, അല്ലെ നമ്മൾ വലിയൊരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമോ, അതല്ലെങ്കിൽ നമുക്ക് വലിയ ജോലി ഉള്ളത് കൊണ്ടോ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ വലിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആയതുകൊണ്ടോ മാത്രം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല.
ഞാൻ ഒരുപക്ഷെ ഒരു വലിയ ഗസറ്റഡ് ഓഫീസർ ആയിരിക്കാം, വലിയ ഉന്നത ഉദ്യോഗ പദവിയിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം, വലിയൊരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ ജനിച്ച വ്യക്തിയായിരിക്കാം, നല്ല കുടുംബ മഹിമയും പാരമ്പര്യവും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല എന്ന് ബൈബിൾ നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ജോഷുവയുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനം. ജോഷുവ അതിന്റെ 1-ാം അധ്യായം 8-ാം തിരുവചനം. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1:8, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. നമുക്കറിയാം, ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്, അത് ബൈബിൾ തന്നെയാണ്. അത് എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വലിയ ഉന്നതമായ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടോ കഠിനമായ അധ്വാനം ചെയ്തതുകൊണ്ടോ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നീ ദൈവവചനം അറിയുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, അത് കൂടെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, ദൈവവചനം അനുസരിച്ച് വ്യാപരിക്കുന്ന ഒരു കുടുംബമാണ് എന്റേതും നിങ്ങളുടേതുമെങ്കിൽ, ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ ഉന്നതമായ വിജയം കൈവരിക്കുമെന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സെന്റ് ജെറോം പറയുന്ന ഒരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സെന്റ് ജെറോം പറയുന്നത് ഇങ്ങനെയാണ്: ഇഗ്നോറൻസ് ഓഫ് സ്ക്രിപ്ചർ ഈസ് ഇഗ്നോറൻസ് ഓഫ് ക്രൈസ്റ്റ്. ഇഗ്നോറൻസ് ഓഫ് സ്ക്രിപ്ചർ, ദൈവവചനം നിനക്ക് അറിയത്തില്ലെങ്കിൽ നിനക്ക് ദൈവത്തെ അറിയാനും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് വളരെ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, കാരണം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. കർത്താവ് പറയുകയാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലാണുള്ളത്. നിനക്ക് നല്ല ഭാവി, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു വലിയ പദ്ധതി എന്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധിച്ചേ, ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിക്ക്, ദൈവത്തിന്റെ മനസ്സറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ മനസ്സിലുള്ള, ഹൃദയത്തിലുള്ള നമ്മളെക്കുറിച്ചുള്ള നല്ല പദ്ധതികൾ തിരിച്ചറിയാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. അപ്പം പ്രിയപ്പെട്ടവരെ, ദൈവവചനം അറിയത്തില്ലെങ്കിൽ ദൈവത്തെ അറിയാൻ സാധിക്കില്ല. ദൈവത്തെ അറിയാൻ സാധിക്കില്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സറിയാൻ സാധിക്കില്ല. ദൈവത്തിന്റെ മനസ്സറിയാൻ സാധിക്കില്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സിലുള്ള നിന്നെക്കുറിച്ചുള്ള, എന്നെക്കുറിച്ചുള്ള, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള വലിയ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കാതെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടും എന്നുള്ളത് നിസ്തർക്കമാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുന്നേ ബഹുമാനപ്പെട്ട കുര്യൻ കാരിക്കൽ അച്ഛന്റെ വചന മാധുര്യത്തിലേക്ക് എന്ന ഒരു പുസ്തകം വായിക്കാനിടയായി. അതിൽ പറഞ്ഞിരിക്കുന്ന അച്ഛന്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ ഒരു വിദേശ രാജ്യത്തേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. അവിടെ ചെന്ന് ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പോരാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടുത്തെ സംഘാടകര് അച്ഛന് ചെറിയ എന്തോ ഒരു സമ്മാനം കൊണ്ട് കൊടുത്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ അങ്ങനെ നോർമലി ഗിഫ്റ്റ് ഒന്നും സ്വീകരിക്കുന്നതല്ല, അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല, എന്നാലും അവർ ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് വന്നതല്ലേ, അച്ഛനൊരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ, വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല. അങ്ങനെ അച്ഛന് ആ ഒരു ചെറിയൊരു സംഭവം, എന്തോ ഒരു കാര്യം, അച്ഛൻ തുറന്നു നോക്കി പോലുമില്ല, അത് വാങ്ങിച്ച് പെട്ടിയിൽ വെച്ചു, നേരെ തിരിച്ച് നാട്ടിലെത്തി. പ്രിയപ്പെട്ടവർ, അങ്ങനെ നാട്ടിൽ വന്ന് ധ്യാന ശുശ്രൂഷകളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. എപ്പോഴോ സമയം കിട്ടിയപ്പോൾ ഈ ഗിഫ്റ്റ് പാക്കറ്റ് അച്ഛൻ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പൊ ആ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അച്ഛന് മനസ്സിലായി ഇതൊരു കോർഡ്ലെസ് ഫോണാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നടന്ന ഒരു സംഭവമല്ല, 1980കളിൽ നടന്ന സംഭവമാണ്. നമുക്കറിയാം 1980കളിലൊക്കെ ഒരു കോർഡ്ലെസ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ അല്ലെ, ലാൻഡ് ലൈൻ ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കോർഡ്ലെസ് ഫോണൊക്കെ നമുക്ക് വളരെ റെയർ ആയിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അച്ഛന് അത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ വയറെല്ലാം കുത്തി അത് ഫോൺ എടുത്ത് അതിന്റെ ഇത് ക്രെഡിൽ വെച്ചു. എന്നിട്ട് ഫോൺ നേരെ ഇലക്ട്രിക് പ്ലഗിലേക്ക് കുത്തി. നമുക്കറിയാം, കോർഡ്ലെസ് ഫോൺ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റിയും വേണം, അതുപോലെ തന്നെ ഫോൺ ലൈൻ കണക്ഷനും വേണം. അങ്ങനെ കുത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുത്തിയിട്ട് അച്ഛൻ ആ സ്വിച്ച് ഇട്ടു. പ്രിയപ്പെട്ടവരെ, സ്വിച്ച് ഇട്ട മാത്രയില് പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. അതിനകത്തുനിന്ന് പുക വരാൻ തുടങ്ങി, എന്തോ കരിഞ്ഞ ഒരു മണം വന്നു. പെട്ടെന്ന് തന്നെ അച്ഛൻ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് അച്ഛനും മനസ്സിലായില്ല. പക്ഷെ പ്രിയപ്പെട്ടവർ, എന്നിട്ട് ആ ബുക്കിൽ അച്ഛൻ പറയുകയാണ്, പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു, എല്ലാം ഡിസ്കണക്ട് ചെയ്തു. അച്ഛൻ ഒരു കാര്യം മനസ്സിലായി, എല്ലാം കരിഞ്ഞു പോയിരിക്കുന്നു, അതിനകത്തുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കരിഞ്ഞിട്ടുണ്ട്, ഒരു മണം വരുന്നുണ്ട്.
അപ്പൊ പെട്ടെന്ന് തന്നെ അച്ഛന് ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് അതിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. അത് പെട്ടെന്ന് എടുത്തു. അച്ഛൻ തുറന്നു നോക്കിയപ്പോൾ അച്ഛനൊരു കാര്യം മനസ്സിലായി. ഈ ഫോൺ 110 വോൾട്ടിൽ ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് 240 വോൾട്ടിലേക്ക് കുത്തിയപ്പോൾ അതിനകത്തെ കമ്പോണൻസ്, ആ ഫോണിന്റെ മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കത്തിപ്പോയിരിക്കുന്നു. എന്നിട്ട് അച്ഛന് ആ ബുക്കിൽ പറയുകയാണ്, ഞാൻ അത് ഉപയോഗിക്കുന്നതിന് മുൻപേ ആ യൂസേഴ്സ് മാനുവൽ, ആ ഓണേഴ്സ് മാനുവൽ, ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒന്ന് വായിച്ചു നോക്കിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു നോക്കിക്കേ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഓണേഴ്സ് മാനുവൽ, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഒരു യൂസേഴ്സ് മാനുവൽ ആണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഈ വചനം വായിക്കാതെയാണ് നമ്മൾ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ ആ യൂസേഴ്സ് മാനുവൽ അല്ലെങ്കിൽ ഓണേഴ്സ് മാനുവൽ, ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കാതെ പ്ലഗ് ഇൻ ചെയ്ത ആ കോർഡ്ലെസ് ഫോണിന്റെ അവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഇത് വായിച്ച് മനസ്സിലാക്കി എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വിജയിക്കുമെന്ന് അച്ഛൻ ആ പുസ്തകത്തിലൂടെ പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, എത്ര മനോഹരമായ ഒരു കാര്യമാണ് ആ ഒരു ചെറിയ സംഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് അച്ഛനെയും നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. അതിനോർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ ദൈവത്തിന്റെ വചനം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അതനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ദൈവവചനം ഇടപെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തിന്റെ അപരിമയമായ ശക്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എത്രത്തോളം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും 2-3 കാര്യങ്ങൾ മാത്രം ഇന്ന് നിങ്ങളോട് ഈ ശുശ്രൂഷയോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, നിങ്ങൾ ദൈവവചനം വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവവചനം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യത്തെ തരും. ദൈവവചനം നമുക്ക് സൗഖ്യം തരും. വേർഡ് ഓഫ് ഗോഡ് ഗിവ്സ് us ഹീലിംഗ് ഇൻ അവർ ലൈഫ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമുക്ക് സൗഖ്യത്തെ തരും. സങ്കീർത്തനം അതിന്റെ 107-ാം അധ്യായം അതിന്റെ 20-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 107 വേഴ്സ് 20. അവിടെ വചനം ഇപ്രകാരം പറയുന്നു, അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. അപ്പം കർത്താവ് തന്റെ വചനം അയച്ചാണ് നമുക്ക് സൗഖ്യം തരുന്നതെന്ന് സങ്കീർത്തനം 107:20 പറയുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 16 വേഴ്സസ് 12. അവിടെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന ഇപ്രകാരമാണ്, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. ഒരു പക്ഷെ നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കാം. അതൊന്നും എഫക്റ്റീവ് അല്ലെന്നല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ പറയുന്നത്. അതിനേക്കാളെല്ലാം അപ്പുറത്ത് നമ്മൾ കഴിക്കുന്ന മരുന്ന് പോലും നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ എഫക്റ്റീവ് ആകുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്ന് ബൈബിള് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് സൗഖ്യം തരുന്നു. ഞാനൊരു ചെറിയൊരു ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ ടെസ്റ്റിമണി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് എന്റെ ജീവിത പങ്കാളിയും ഇതുപോലെ തന്നെ വചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും മറ്റൊരു രാജ്യത്തേക്ക് ഒരു വചന ശുശ്രൂഷയ്ക്കായിട്ട് എന്റെ ജീവിത പങ്കാളിക്ക് തനിയെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോകേണ്ട ദിവസം വന്നു. ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. പക്ഷെ എന്നാൽ അന്ന് രാവിലെ മുതൽ നല്ല പനി, തൊണ്ടയ്ക്ക് വേദനയും എല്ലാം ആരംഭിച്ചു. അപ്പൊ പോകാൻ സാധിക്കുമോ എന്ന് ഭയങ്കര ഡൗട്ടായി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഒരുങ്ങി. അങ്ങനെ അവസാനം ഏതായാലും പോകാൻ തീരുമാനമെടുത്തു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് പോയത്, പനിയും ഒക്കെ ആയിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഒരു നൈറ്റ് വിജിൽ ശുശ്രൂഷയാണ്, ഏകദേശം 6 മണിക്കൂറോളം നീളുന്ന ഒരു ശുശ്രൂഷ. അങ്ങനെ ആ രാജ്യത്തെത്തി, അവിടെ പോയി ആ ശുശ്രൂഷകളെല്ലാം ചെയ്തു. എന്നിട്ട് രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ ജീവിത പങ്കാളി എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വചനം പകർന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവവചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എന്റെ പനി വിട്ടുമാറി, ദൈവവചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എന്റെ ത്രോട്ടിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ വിട്ടുമാറി. അങ്ങനെ വലിയൊരു ഹീലിംഗ് ആ ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് തന്നെ എന്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്റെ ജീവിത പങ്കാളിനോട് ഷെയർ ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് സൗഖ്യം തരുന്നു. രണ്ടാമതായിട്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വചനം കടന്നു വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വചനം നമുക്ക് വിടുതൽ തരുന്നു, അല്ലെങ്കിൽ ഡെലിവറൻസ് തരുന്നു. പ്രിയപ്പെട്ടവരെ, ചില പ്രത്യേക പൈശാചിക പീഡകളിൽ നിന്ന്, ചില പ്രത്യേക തിന്മകളിൽ നിന്ന്, ചില അന്ധകാര ശക്തികളിൽ നിന്ന്, ചില നാരകീയ ശക്തികളിൽ നിന്ന്, ചില ദുഷ്ടശക്തികളിൽ നിന്നെല്ലാം
വചനം നമുക്ക് വിടുതൽ തരുന്നു, അല്ലെങ്കിൽ ഡെലിവറൻസ് തരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരസ്യ ജീവിതകാലത്തുണ്ടായ ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായത്തിലാണ് ആ സംഭവം വിവരിച്ചിരിക്കുക. ഒരിക്കൽ ഈശോ പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു. നമുക്കെല്ലാം അറിയാവുന്ന ചിരപരിചിതമായ സംഭവമാണ്. ഈ പത്രോസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇത് ആരോ ഈശോയോട് പറഞ്ഞു. ഈശോ ചെന്ന് അവളെ തൊട്ട് സുഖപ്പെടുത്തി എന്ന് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ വിവരം കാട്ടുതീ പോലെ നാട്ടിലെല്ലാം പടർന്നു. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമായപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. അതാണ് മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. 8:16 വചനം ഇപ്രകാരം പറയുന്നു: ഈശോ വചനം ഉപയോഗിച്ച് എല്ലാ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം. സായാഹ്നമായപ്പോൾ അവർ അനേകം പിശാച് ബാധിതരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ നോക്കിക്കേ, ഈശോ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. അപ്പൊ പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് തിന്മയിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ, നമുക്ക് സംരക്ഷണം തരിക മാത്രമല്ല, വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മകളും അന്ധകാര ശക്തികളും പൈശാചിക പീഡകളും നാരകീയ ശക്തികളും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുമാറുമെന്ന് പരിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് ഡെലിവറൻസ് തരുന്നു, അതല്ലെങ്കിൽ വിടുതൽ തരുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വചനം കൊണ്ടുവരുന്ന മൂന്നാമത്തെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ അല്ലെ വചനം വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ഇത് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അവിശ്വാസത്തിന്റെ കെട്ടിലകപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവപൈതൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നീ വചനം വായിക്കാൻ ആരംഭിച്ചു നോക്കിക്കേ, വചനം ഒന്ന് ധ്യാനിക്കാൻ ആരംഭിച്ചു നോക്കിക്കേ, വചനം ഒന്ന് പഠിക്കാൻ ആരംഭിച്ചു നോക്കിക്കേ. വചനം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിക്കും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നത്: വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരുന്നത്. കേൾവിയാകട്ടെ ക്രിസ്തുവിനെ പറ്റിയുള്ള വചന പ്രഘോഷണത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ? വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിന്റെ അഭിഷേകത്തെ കടന്നു വരുമെന്നല്ലേ അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ. ഞാനൊരു ചെറിയൊരു സംഭവം എന്റെ ജീവിതത്തിലുണ്ടായി ഞാൻ ഓർക്കുകയാണ്. ഏകദേശം ഒരു 10-15 വർഷം മുന്നേ, ഒരു 10-12 വർഷം മുന്നേ നടന്നൊരു സംഭവമാണ്. ഞങ്ങൾ ഒരു ചെറിയൊരു റിട്രീറ്റ്, ഒരു 10 ദിവസത്തെ ഒരു റിട്രീറ്റിനായിട്ട് ഞങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ ആ റിട്രീറ്റിലേക്ക് കടന്നു വന്നപ്പോൾ നല്ല ജ്ഞാനിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ലൊരു ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയും ആ റിട്രീറ്റിലേക്ക് കടന്നു വന്നു. അപ്പൊ ആദ്യത്തെ 1-2 ദിവസങ്ങൾ ഈ വ്യക്തിക്ക് ഈ റിട്രീറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അത് പറയുന്ന പോലെ പ്രാർത്ഥിക്കുവാനോ അതല്ലെങ്കിൽ വചനം വായിക്കാനോ ഒന്നും സാധിച്ചില്ല. അപ്പൊ അങ്ങനെ നല്ല സ്ട്രഗിൾ ചെയ്തു. എന്നാൽ 3-4 ദിവസം ആയപ്പോഴേക്കും പെട്ടെന്ന് ആ വ്യക്തിക്ക് വചനം വായിക്കാനും പഠിക്കാനും അല്ല പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു കൃപ ലഭിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ആ 10 ദിവസത്തെ റിട്രീറ്റിന്റെ അവസാനം ആ വ്യക്തി തന്റെ എക്സ്പീരിയൻസ് പങ്കുവെച്ചപ്പോൾ ആ വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത്, ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ഞാനൊരു ഫോറിൻ ബോഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ലാസ്റ്റ് പോകാൻ നേരത്തെ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ നിറച്ച് വിശ്വാസമാണ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ എന്റെ ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവാണ് എന്നെ വഴി നടത്തുന്നത്. എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കായിട്ടുള്ളത് മാത്രമേ ക്രമീകരിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ആ വ്യക്തി തന്റെ ജീവിതത്തിൽ തിരിച്ചു പോയി ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ആ വ്യക്തി ഇന്ന് വിശ്വാസത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവവചനം പഠിച്ച് ഇന്നൊരു ദൈവവചന ശുശ്രൂഷകനായിട്ട് മാറി. അനേകം പേരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു കുടുംബമായിട്ട് ആ കുടുംബത്തെ പരിശുദ്ധാത്മാവ് മാറ്റി. ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു വചന ശുശ്രൂഷയ്ക്ക് കടന്നു വന്നതേ ഉള്ളൂ, ആ വ്യക്തിയുടെ ജീവിതം അടിമുടി മാറി. വിശ്വാസ അഭിഷേകത്താൽ നിറഞ്ഞ് വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട് ആ കുടുംബത്തെ പരിശുദ്ധാത്മാവ് മാറ്റി. അതെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമുക്ക് വിശ്വാസത്തിന്റെ അഭിഷേകത്തെ പകർന്നു തരും. 4-മതായിട്ട്, ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിലേക്ക് സ്വർഗം തരുന്ന ഉന്നതമായ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് മറ്റൊന്നുമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകമാണ്.
ദൈവവചനം ധ്യാനിക്കുന്ന, ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്തെ ലഭിക്കും. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കടന്നു വരുമെന്ന് ബൈബിളിൽ അനേക സംഭവങ്ങളുണ്ട്. നമുക്കെല്ലാം ഒന്നും കാണാൻ സമയമില്ലെങ്കിലും ഒരു ചെറിയൊരു കാര്യം മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം അതിന്റെ 10-ാമത്തെ അധ്യായത്തില് വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ കൊർണേലിയൂസ് എന്ന് പറയുന്ന ഒരു ശതാധിപന്റെ വീട്ടില്, വിജാതിയന്റെ വീട്ടില് വചനം പ്രസംഗിക്കുക പ്രിയപ്പെട്ടവരെ. അങ്ങനെ വചനം പ്രസംഗിച്ചു. ഈ കൊർണേലിയൂസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൊർണേലിയൂസിന്റെ വീട്ടിൽ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പൊ അവരോട് പരിശുദ്ധാത്മാവ് പ്രത്യേക ഒരു പ്രചോദനം കൊടുത്തതനുസരിച്ച് ആ ദേശത്ത് പോയി, ആ വീട്ടിൽ പോയി വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രോസ് അപ്പസ്തോലൻ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിലാണ്. 44-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. പത്രോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊർണേലിയൂസിന്റെ ഭവനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കടന്നു വന്നു എന്ന് പ്രിയപ്പെട്ടവരെ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ. അതെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, ദൈവത്തിന്റെ വചനം നീ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഇനി അടുത്തതായിട്ട്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ ദൈവവചനം പാപം ചെയ്യാതിരിക്കാൻ നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളില് നമ്മൾ ദൈവവചന ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട അനേക ദേശങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ യുവാക്കന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അവർക്ക് ഒരു പ്രത്യേക ഒരു ടെംപ്ടേഷനാണ്, പാപം ചെയ്യാനായിട്ട് വലിയ ടെംപ്ടേഷൻ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് അവർ പറയുക പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇവിടെ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവപൈതലാണ് എങ്കിൽ പാപം ചെയ്യാതിരിക്കുവാൻ ദൈവത്തിന്റെ വചനം നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതല്ല. സങ്കീർത്തനം 119-ാം അധ്യായം അതിന്റെ 11-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 119 വേഴ്സസ് 11. അവിടെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ഷെയർ ചെയ്യാം. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം. അവിടെ സൂസന്ന എന്ന് പറയുന്ന ഒരു യുവതിയെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. യോവാക്യം എന്ന് പറയുന്ന വലിയൊരു യഹൂദ പ്രമാണിയുടെ ഭാര്യയായിരുന്നു സൂസന്ന. ഈ സൂസന്നയെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൾ അതീവ സുന്ദരിയായിരുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൂസന്ന, യോവാക്യം ഇവർ യഹൂദരിൽ വലിയ പ്രമാണിമാരായതുകൊണ്ട് ഇവരുടെ വീട്ടിലേക്കാണ് യഹൂദരെല്ലാവരും വന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങൾ, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം തീർക്കാനായിട്ട് ഇവരുടെ വീട്ടിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഇസ്രായേലിൽ ന്യായാധിപന്മാരുണ്ടായിരുന്നു. അങ്ങനെ 2 ന്യായാധിപന്മാർ ആ വീട്ടിൽ എല്ലാ ദിവസവും വന്ന് ഈ യോവാക്യമിന്റെ വീട്ടിൽ ഒന്നിച്ചുകൂടി ആൾക്കാരെല്ലാം വന്ന് തങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ പറയും. ഇതെല്ലാം ഇവർ പറഞ്ഞു തീർക്കും. പക്ഷേ ഈ 2 ന്യായാധിപന്മാർ, പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 2 ന്യായാധിപന്മാർ, പ്രിയപ്പെട്ടവരെ, അവർക്ക് ഈ സൂസന്നയുടെ സൗന്ദര്യം കണ്ടപ്പോൾ അവളോട് ചേർന്ന് പാപം ചെയ്യണമെന്നൊരു വലിയ ഒരു മോഹം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. നമുക്കറിയാവുന്ന വചനഭാഗമാണ്. അവര് അങ്ങനെ ഈ സൂസന്നയെ ചതിവിൽ കുടുക്കി പ്രിയപ്പെട്ടവരെ. എന്നാൽ സൂസന്ന പാപം ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ കള്ളസാക്ഷ്യം പറഞ്ഞ്, അവൾ വ്യഭിചാരം ചെയ്തു എന്ന കള്ളസാക്ഷ്യം പറഞ്ഞ് സൂസന്നയെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഈ ന്യായാധിപന്മാർ തന്നെ വിധിക്കുകയാണ്. എന്നാൽ ദാനിയേൽ എന്ന് പറയുന്ന ബാലന്റെ പരിശുദ്ധമായ മനസാക്ഷിയെ പരിശുദ്ധാത്മാവ് ഉണർത്തി അന്ന് സൂസന്ന ആ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആ പ്രിയപ്പെട്ടവരെ ആ വധശിക്ഷയിൽ നിന്ന് പരിശുദ്ധാത്മാവായ ദൈവം സൂസന്നയെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സൂസന്ന പാപം ചെയ്യാൻ തയ്യാറായില്ല. അവരോട് പാപം ചെയ്യാൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞ് ആ കാലഘട്ടങ്ങളിൽ വ്യഭിചാരം ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ശിക്ഷയായിരുന്നു കല്ലെറിഞ്ഞ് കൊല്ലുക. അതിനുവേണ്ടി അവളെ വിധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് സൂസന്ന പാപം ചെയ്യാതിരുന്നത്? എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സൂസന്ന പാപം ചെയ്തില്ല? അതിനൊരു ഉത്തരം ബൈബിൾ നമുക്ക് തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനമാണ്. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: സൂസന്നയുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. അവർ മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ശൈശവത്തിൽ തന്നെ അവളെ പഠിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, മോശയുടെ നിയമം അവളുടെ ചെറുപ്പകാലത്ത് തന്നെ അവളുടെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചിരുന്നു. നമുക്കറിയാം, മോശയുടെ നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ വചനം, ബൈബിൾ ചെറുപ്പത്തിൽ തന്നെ ഈ മകളെ അവളുടെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 22-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നത്: ശൈശവത്തിൽ തന്നെ
തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ചെറുപ്രായത്തിൽ തന്നെ വചനം ഹൃദയസ്ഥമാക്കിയത് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ വചനം സൂസന്നെ സഹായിച്ചു. നമ്മുടെ ജീവിതങ്ങളിലും വചനം ഹൃദയസ്ഥമാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ പാപത്തിൽ നിന്നും ഈ ദൈവത്തിന്റെ വചനം നമ്മളെ സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് വചനം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം പേർക്ക് ദൈവഹിതം മനസ്സിലാക്കാൻ പറ്റണില്ല. ഇന്ന് അനേകം പേർക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ പറ്റണില്ല. ഇന്ന് അനേകം പേർക്ക് ശരിയായ തീരുമാനമെടുക്കാൻ പറ്റണില്ല. എന്നാൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ വചനം ഹൃദയസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് എങ്കിൽ ശരിയായ തീരുമാനമെടുക്കുവാൻ, ശരിയായ വഴി തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനത്തില് 119 അധ്യായം അതിന്റെ 105 വചനം, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. ഉണ്ടോ? അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കാണ്, വഴികളിൽ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, കൂരിരുൾ നിറഞ്ഞ ജീവിതത്തിൽ എങ്ങോട്ടാണ് നീങ്ങേണ്ടത്, ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ വിഷമിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ പാദത്തിന് വിളക്കായിട്ട് മാറും, നമ്മുടെ വഴികളിൽ പ്രകാശമായിട്ട് മാറും. കൂരിരുൾ നിറഞ്ഞ നമ്മുടെ വഴിയിൽ കൂടി ഏത് വഴിയിലൂടെയാണ് ശരിയായ വഴിയിലൂടെ നടക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കും. അപ്പൊ ജീവിതത്തില് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ദൈവഭക്തനാണ് നിങ്ങളെ എങ്കിൽ, ഏത് വഴിയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ബൈബിള് തുറക്കുക. ദൈവത്തിന്റെ വചനം നിങ്ങളെ ഗൈഡ് ചെയ്യും. ദൈവത്തിന്റെ വചനം നിങ്ങളെ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്നുള്ള റൈറ്റ് ഡയറക്ഷൻ നിങ്ങൾക്കായിട്ട് തരും. അപ്പൊ ദൈവത്തിന്റെ വചനം ശരിയായ തീരുമാനമെടുക്കുവാൻ നമ്മളെ സഹായിക്കും. അടുത്തതായിട്ട്, ദൈവത്തിന്റെ വചനം നമുക്ക് നല്ല സന്തോഷവും ആനന്ദവും തരും. ഇന്ന് അനേകം പേരുടെ ജീവിതങ്ങളിൽ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം, വലിയ സാഡാണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. ഒരുപാട് പേര്, പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിന്മയ്ക്ക് അടിപ്പെട്ട് കഴിയുകയാണെന്ന്. ഒരുപാട് പേര് ലോൺലി ആണ്, ഡിപ്രസ്ഡ് ആണ്, ഭയങ്കര സാഡാണ്, ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. പ്രിയപ്പെട്ടവർ, എന്നാൽ ഇവിടെ നമ്മളെ ബൈബിൾ ഓർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ വചനം നമുക്ക് സന്തോഷവും ആനന്ദവും തരും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15 അധ്യായം 26 തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 15 വേഴ്സസ് 26, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. പ്രിയപ്പെട്ടവരെ, എന്റെ ഹൃദയത്തിന് നല്ല സന്തോഷമായി. നിങ്ങളുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ ഭക്ഷിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഹൃദയസ്ഥമാക്കി. അതെന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ധ്യാന ശുശ്രൂഷക്കാർ കടന്നു പോയപ്പോൾ അവിടെ ഒരു കപ്പിള് വന്നു. പ്രിയപ്പെട്ടവരെ, അവർ വന്ന ദിവസം വരെ ഞാൻ അവരെ ശ്രദ്ധിച്ചു. ഭയങ്കര സാഡാണ് അവര്, ഭയങ്കര ദുഃഖത്തിലാണ്. അവരുടെ സ്പിരിച്വൽ ഷെയറിംഗിന്റെ സമയത്ത് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവര് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവരെ വചന ശുശ്രൂഷയിൽ ഹൃദയപൂർവ്വം പങ്കെടുത്ത്. പ്രിയപ്പെട്ടവരെ, 4 ദിവസം കഴിഞ്ഞ് പോകാൻ നേരത്തെ അവർ തിരിച്ചു വന്ന് പറഞ്ഞു, ബ്രദറെ, ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് നല്ല ആനന്ദമുണ്ട്, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ഉത്തമമായ ബോധ്യമുണ്ട്. അങ്ങനെ നല്ല സന്തോഷത്തോടെ ആനന്ദത്തോടെ അവർ തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിനും വലിയ സന്തോഷമുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതെ, വചനം കേൾക്കുമ്പോൾ വചനം നമുക്ക് ഹൃദയത്തിൽ നല്ല സന്തോഷവും ആനന്ദവും തരും. അവസാനമായിട്ട്, ദൈവത്തിന്റെ വചനം നിത്യജീവിതത്തിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നിത്യജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ 1 അധ്യായത്തിൽ 21 വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളെ നിത്യജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്, യാക്കോബ് 1:21. വചനം പറയാണ്, പ്രിയപ്പെട്ടവരെ, വർദ്ധിച്ചു വരുന്ന അശുദ്ധിയിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും അകന്ന് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, വർദ്ധിച്ചു വരുന്ന അശുദ്ധിയും തിന്മയുമെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിൽ പാകിയിരിക്കുന്ന വചനം, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവപൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ, യാക്കോബ് ശ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. അത് ദൈവത്തിന്റെ വചനം നിത്യജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. ദൈവവചനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്, ദൈവവചനം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് സൗഖ്യം തരുന്നുവെന്ന് നമ്മൾ കണ്ടു, അത് നമുക്ക് ഡെലിവറൻസ്, വിടുതൽ തരുന്നുവെന്ന് നമ്മൾ കണ്ടു, അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ കേട്ടു. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമുക്ക് തരുന്നു എന്ന് നമ്മൾ കേട്ടു. ദൈവത്തിന്റെ വചനം പാപം ചെയ്യാതിരിക്കാൻ നമ്മെ സഹായിക്കും എന്ന് നമ്മൾ കേട്ടു.
ദൈവത്തിന്റെ വചനം നമുക്ക് നല്ല സന്തോഷവും ആനന്ദവും തരും എന്ന് നമ്മൾ കേട്ടു. ദൈവത്തിന്റെ വചനം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ കേട്ടു. അവസാനമായി ദൈവത്തിന്റെ വചനം നമ്മളെ നിത്യജീവിതത്തിലേക്ക് കരം പിടിച്ച് നടത്തും എന്ന സത്യവും നമ്മൾ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് കരങ്ങളെ കൂപ്പാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതുവരെയും ഒരു റുട്ടീനായിട്ട്, ഒരു മെക്കാനിക്കലായിട്ട് മാത്രം ദൈവവചനം വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഒരു കുറച്ചു നേരം, കുറച്ച് സമയം ഇതിനായിട്ട് നമുക്ക് മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ അടുക്കലേക്ക് നമുക്ക് കടന്നു പോകാൻ പരിശ്രമിക്കാം. ആ ബൈബിൾ ഒന്ന് തുറന്ന് ഒരു പാരഗ്രാഫ് അത് മനസ്സിരുത്തി വായിച്ച് അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം. ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരില്ല. വലിയ വിജയം കൈവരിക്കും. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്ന എല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. രാവും പകലും അതിനെക്കുറിച്ച് നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിന്റെ പരിശുദ്ധ വചനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവചനം മണ്ണിൽ മനുഷ്യനു രക്ഷാദായക മാർഗം. ദൈവവചനം മണ്ണിൽ മനുഷ്യനു രക്ഷാദായക മാർഗം. മനുഷ്യപുത്രൻ പകർന്നു തന്ന ജീവദായക വചനം.